നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. 2026 ജീവന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ സംഘടിപ്പിക്കുന്ന മാർച്ച് ഫോർ ലൈഫ് റാലിയിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് സംസാരിക്കും. ജീവന്റെ സംരക്ഷണം ഒരു ദേശീയ കടമ എന്ന പ്രമേയത്തിലാണ് റാലി സംഘടിപ്പിക്കുന്നത്. വൈസ് പ്രസിഡന്റ് JD വാൻസ് നേരിട്ട് പങ്കെടുക്കുന്നത് പ്രോ ലൈഫ് പ്രസ്ഥാനത്തിന് ലഭിക്കുന്ന വലിയ രാഷ്ട്രീയ അംഗീകാരമായി വിലയിരുത്തപ്പെടുന്നു. മൈക്ക് ജോൺസണും JD വാൻസും തങ്ങളുടെ കത്തോലിക്ക ക്രൈസ്തവ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ പ്രോ ലൈഫ് നിലപാടുകൾക്ക് നേരത്തെ തന്നെ പേരെടുത്തവരാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് യുവാക്കളും മതനേതാക്കളും റാലിയിൽ അണിനിരക്കും. നൈജീരിയയിൽ വീണ്ടും ക്രൈസ്തവർക്ക് നേരെ പീഡനങ്ങളും ആക്രമണങ്ങളും തുടരുന്നു. ഇതോടെ അമേരിക്കൻ ഭരണകൂടം നൈജീരിയയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൈജീരിയൻ അധികൃതരുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും വടക്കൻ നൈജീരിയയിലെ ഗ്രാമങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന തട്ടിക്കൊണ്ടുപോകലുകൾക്കും കൊലപാതകങ്ങൾക്കും അറുതി വന്നിട്ടില്ല. മതസ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന് അന്താരാഷ്ട്ര വേദികളിൽ നൈജീരിയൻ സർക്കാർ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും പ്രായോഗികമായി ക്രൈസ്തവർക്ക് ആരാധനാലയങ്ങളിൽ പോകാൻ പോലും ഭയപ്പെടേണ്ട സാഹചര്യം തുടരുകയാണ്. അമേരിക്കയുടെ സൈനിക സാമ്പത്തിക സഹായങ്ങൾ മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെടുത്തണമെന്ന ആവശ്യവും ഇതോടെ സജീവമായിരിക്കുകയാണ്. സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ക്രിയാത്മകമായ രാഷ്ട്രീയ ഇടപെടലുകൾ അനിവാര്യമാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. മെക്സിക്കോയുടെ വിവിധ ഭാഗങ്ങളിൽ കുറ്റകൃത്യങ്ങളും ആക്രമണങ്ങളും ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന സാഹചര്യത്തിലും വിശ്വാസസാക്ഷ്യമായി ഗാഡലൂപ്പ തീർത്ഥാടനത്തിനൊരുങ്ങാൻ മെക്സിക്കോ സിറ്റി അതിരൂപത. തീർത്ഥാടനത്തിന്റെ ഭാഗമായി അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഒത്തുചേരുകയും ഗാഡലൂപ്പ മാതാവിന്റെ മാധ്യസ്ഥത തേടി പ്രാർത്ഥിക്കുകയും ചെയ്യും. സമാധാനമെന്നത് ദൈവം നൽകുന്ന ദാനമാണെന്നും എന്നാൽ അത് നേടിയെടുക്കുവാൻ മനുഷ്യർ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കണമെന്നും കർദിനാൾ കാർലോസ് അഗ്യാർ റെറ്റസ് വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. മെക്സിക്കൻ ജനതയുടെ ആത്മീയ കേന്ദ്രമായ ഗാഡലൂപ്പ ബസിലിക്കയിലേക്ക് നിരവധി വിശ്വാസികൾ എത്തുന്നതിനാൽ നഗരത്തിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സോവിയറ്റ് ഭരണകാലത്ത് പിടിച്ചെടുക്കപ്പെട്ട യുക്രൈൻ തലസ്ഥാനത്തെ പ്രശസ്തമായ സെന്റ് നിക്കോളാസ് കത്തോലിക്ക കത്തീഡ്രൽ ഒടുവിൽ സഭയ്ക്ക് ഔദ്യോഗികമായി വിട്ടുനൽകുവാൻ യുക്രൈനിയൻ സർക്കാർ തീരുമാനിച്ചു. ദീർഘകാലമായി വിശ്വാസികളും സഭയും ഉന്നയിച്ചിരുന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. യുക്രൈനിലെ റോമൻ കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമായാണ് ഈ തീരുമാനത്തെ കാണുന്നത്. ഗോതിക് വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഈ മനോഹരമായ പള്ളി 1909 പണി കഴിപ്പിച്ചത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് പള്ളി കണ്ടുകെട്ടുകയും പിന്നീട് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു മ്യൂസിക് ഹാളാക്കി മാറ്റുകയും ചെയ്തിരുന്നു. പള്ളി തിരികെ നൽകണമെന്ന് സഭ ദശാബ്ദങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പലവിധ കാരണങ്ങളാൽ ഇത് നീണ്ടുപോവുകയായിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഈ വാർത്ത വിശ്വാസികൾക്ക് വലിയ ആത്മീയ ആശ്വാസമാണ് നൽകുന്നത്. അർജന്റീനയുടെ മധ്യസ്ഥയായ ലുജാൻ മാതാവിന്റെ അത്ഭുതത്തിന് 400 വർഷങ്ങൾ തികയുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ ആഘോഷങ്ങൾ ഒരുക്കുന്നു. 2030 നടക്കാനിരിക്കുന്ന ഈ ചരിത്രപ്രധാനമായ വാർഷികത്തിന് മുന്നോടിയായി രാജ്യത്തെ വിവിധ പുണ്യസങ്കേതങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വൻ തീർത്ഥാടന യാത്രയ്ക്ക് തുടക്കമായി. 1630 ലുജാൻ മാതാവിന്റെ അത്ഭുതം നടക്കുന്നത്. ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന മാതാവിന്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള കാളവണ്ടി ലുജാൻ നദിക്ക് സമീപം എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി നിശ്ചലമായി. വണ്ടിയിൽ നിന്ന് പെട്ടി താഴെ ഇറക്കിയാൽ മാത്രമേ കാളകൾ മുന്നോട്ട് നീങ്ങുമായിരുന്നുള്ളൂ. പെട്ടി തിരികെ വണ്ടിയിൽ കയറ്റിയാൽ കാളകൾ വീണ്ടും നിശബ്ദമാകും. മാതാവിന് അവിടെ വസിക്കാനാണ് ആഗ്രഹമെന്ന് തിരിച്ചറിഞ്ഞ വിശ്വാസികൾ ആ രൂപം അവിടെ പ്രതിഷ്ഠിച്ചു. ഇതാണ് പിൽക്കാലത്ത് ലോകപ്രശസ്തമായ ലുജാൻ ബസിലിക്കയായി മാറിയത്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.